ഹലോ എവരിവൺ, വെൽക്കം ടു സ്മാർട്ട് ട്യൂട്ടർ. ഇന്നത്തെ കാലത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ പോസിബിലിറ്റീസും കരിയർ ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു ഫീൽഡിലുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പുതിയ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അറിഞ്ഞിരിക്കേണ്ട പോസിബിലിറ്റീസും അതിൻ്റെ ടോപ്പിക്സും ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേലിസ്റ്റാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി 2019 സ്കീം S7 സെമസ്റ്ററിലെ സിലബസ് വെച്ചിട്ടായിരിക്കും മെയിനായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ KTU സ്റ്റുഡൻസിന് ഈ ഒരു പ്ലേലിസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് AI എന്നതാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ഇഷ്ടംപോലെ ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലാക്കി ഓർത്ത് വെക്കുന്ന ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? വാട്ട് ഈസ് AI? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ വൈഡ് റേഞ്ചിങ് ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു വലിയ വൈഡ് റേഞ്ചിങ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് കൺസേൺ ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് സ്മാർട്ട് മെഷീൻസ്. സ്മാർട്ട് മെഷീൻസിനെ ബിൽഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ഈ സ്മാർട്ട് മെഷീൻസിൻ്റെ പ്രത്യേകത എന്താണ്? കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്. മനുഷ്യരുടെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ആവശ്യമുള്ള പല പല ടാസ്കുകളെ പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് മെഷീൻസിനെ ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, ബിൽഡിംഗ് സ്മാർട്ട് മെഷീൻസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക്, പല പല ടാസ്കുകളെ പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് മെഷീൻസിനെ ബിൽഡ് ചെയ്തെടുക്കുക. ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്. മനുഷ്യരുടെ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ടാസ്കുകളെ പെർഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്മാർട്ട് മെഷീൻസ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെയിൻ കൺസേൺ. ഇനി നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അലോസ് മെഷീൻസ് ടു റിപ്ലിക്കേറ്റ് ദ ക്യാപ്പബിലിറ്റീസ് ഓഫ് എ ഹ്യൂമൻ മൈൻഡ്. അതായത് ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ഉണ്ടോ, എന്തൊക്കെ ഒരു ഹ്യൂമൻ മൈൻഡിന് ചെയ്യാൻ പറ്റുമോ, അതായത് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെയുള്ള എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ്, എന്തൊക്കെ കഴിവുകളുണ്ടോ അതിനെയെല്ലാം റിപ്ലിക്കേറ്റ് ചെയ്യുക, അതിനെയൊക്കെ മിമിക് ചെയ്യാൻ നോക്കുന്ന മെഷീൻസാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുണ്ടാക്കുന്ന മെഷീൻസ് എന്ന് പറഞ്ഞാൽ. ഫ്രം ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് സ്മാർട്ട് അസിസ്റ്റൻസ് ലൈക്ക് സിറി ആൻഡ് അലക്സ, AI ഈസ് ഗ്രോയിങ് പാർട്ട് ഓഫ് എവറി ഡേ ലൈഫ്. അതായത് നമ്മളിപ്പം ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതുപോലെ സ്മാർട്ട് അസിസ്റ്റൻസ് ആയിട്ട് സിറി, അലക്സ, ഇങ്ങനെയുള്ള ഓരോ AI എക്യുപ്മെൻറ്റ്സും AI ടൂൾസുകളും എന്താണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി വളർന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കൂടും അത് നമ്മുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ChatGPT ആണെങ്കിൽ കൂടി എല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. According to the father of artificial intelligence, John McCarthy, it is the science and engineering of making intelligent machines, especially intelligent computer programs. ഇനി പറയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ ആയിട്ടുള്ള ജോൺ മക്കാർത്തി. അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊടുത്തേക്കുന്ന ഡെഫിനേഷനാണ് ഇനി പറയുന്നത്. ദ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇൻ്റലിജൻറ്റ് മെഷീൻസ്. അതായത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസിനെ ഉണ്ടാക്കിയെടുക്കുന്ന എൻജിനീയറിംഗ് സയൻസ്, അതിനെ നമുക്ക് AI എന്ന് പറയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റും. എസ്പെഷ്യലി ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഇൻ്റലിജൻറ്റ് മെഷീൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ ഉണ്ടാക്കിയെടുക്കുന്ന എൻജിനീയറിംഗ് സയൻസ്, അതിനെ നമുക്ക് എന്ത് പറയാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. അതാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ജോൺ മക്കാർത്തി AIക്ക് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ വേ ഓഫ് മേക്കിംഗ് എ കമ്പ്യൂട്ടർ കൺട്രോൾഡ് റോബോട്ട് ഓർ എ സോഫ്റ്റ്വെയർ തിങ്ക് ഇൻ്റലിജൻ്റ്ലി ഇൻ എ സിമിലർ മാനർ ദ ഇൻ്റലിജൻറ്റ് ഹ്യൂമൻസ് തിങ്ക്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ നിർമ്മിച്ചെടുക്കുവാണ്. ഇറ്റ്സ് എ വേ ഓഫ് മേക്കിംഗ് എ കമ്പ്യൂട്ടർ കൺട്രോൾഡ് റോബോട്ട് ഓർ എ സോഫ്റ്റ്വെയർ, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു റോബോട്ട്, ഇതിനെല്ലാം ഇൻ്റലിജൻ്റ്ലി തിങ്ക് ചെയ്യാൻ, അതായത് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടറിനെയോ കമ്പ്യൂട്ടർ കൺട്രോൾഡ് റോബോട്ടിനെയോ സോഫ്റ്റ്വെയറിനെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റും. Artificial intelligence refers to the ability of machines to perform tasks that require human intelligence such as learning, perception, reasoning. അപ്പം ഒരു മെഷീനെ ഒരു എബിലിറ്റി കൊടുക്കുവാണ്. ആ മെഷീൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെല്ലാം. എന്തൊക്കെ ടാസ്കുകൾ? ലേണിംഗ്, പെർസെപ്ഷൻ, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതുപോലെ അപ്പം ഇങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു മെഷീനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റും. AIക്ക് 3 ഡിഫറെൻറ്റ് ലെവലുകളാണ് ഉള്ളത്.
ഒന്നാമത്തത് നാരോ എ ഐ, അടുത്ത ജനറൽ എ ഐ, ദെൻ സ്ട്രോങ് എ ഐ. നാരോ എ ഐ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഐ നമ്മൾ എപ്പോഴാണ് നാരോ ആണെന്ന് പറയുന്നത്? അതായത് ആ ഒരു മെഷീന് ഒരു സ്പെസിഫിക് ടാസ്കിനെ മനുഷ്യരെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ നമുക്കത് നാരോ എ എന്ന് പറയാൻ പറ്റും. ദ കറണ്ട് റിസർച്ച് ഓഫ് എ ഈസ് ഹിയർ നൗ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാരോ എയിലാണ്. അതായത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യരെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെ നാരോ എ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഓഫ് നാരോ എ: റാങ്ക് ബ്രെയിൻ ബൈ ഗൂഗിൾ സെർച്ച്, സിറി ബൈ ആപ്പിൾ, അലക്സ ബൈ ആമസോൺ, കോർട്ടണ ബൈ മൈക്രോസോഫ്റ്റ് ആൻഡ് അതർ വിർച്വൽ അസിസ്റ്റൻസ്. അപ്പം പല പല വിർച്വൽ അസിസ്റ്റൻസ് ആയിട്ട് സിറി, അലക്സ, കോർട്ടണ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ IBMൻ്റെ വാട്സൺ, ദെൻ ഇമേജ് ഫേഷ്യൽ റിക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, ഡിസീസ് മാപ്പിംഗ് ആൻഡ് പ്രിഡിക്ഷൻ ടൂൾസ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഡ്രോൺ റോബോട്ട്സ്, ഇമെയിൽ സ്പാം ഫിൽറ്റേഴ്സ്, സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടൂൾസ് ഫോർ ഡേഞ്ചറസ് കണ്ടന്റ്സ്, entertainment and marketing and recommendation based on watch, listen, purchase, behavior, self-driving cars. ഇതെല്ലാം എന്താണ്? ഹ്യൂമൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെഷീൻസ് ആണ്. നാരോ എക്ക് എക്സാമ്പിൾ ആണ്. ഇനി ജനറൽ എ ഐ. ജനറൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതിനെ നമുക്ക് നാരോ എക്ക് അത് കൊടുക്കാം. ഇപ്പോൾ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സ്റ്റേറ്റിലാണ് ഉള്ളത്. അതായത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യർ ചെയ്യുന്ന അതേ ആക്യുറസി ലെവലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ജനറൽ എ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത സ്ട്രോങ് എ ഐ. അതായത് ഒരുപാട് ടാസ്കുകൾ മനുഷ്യരെ തോൽപ്പിക്കാം, മനുഷ്യരെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് സ്ട്രോങ് എയ്ക്കകത്ത് കൊടുക്കാം. ഇപ്പോൾ 3 ടൈപ്പാണ്: നാരോ എ ഐ, ജനറൽ എ ആൻഡ് സ്ട്രോങ് എ ഐ. നാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ കറൻ്റ്ലി നാരോ സ്റ്റേറ്റിലാണുള്ളത്. അതായത് മനുഷ്യരെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് നാരോ എ എന്ന് പറയാം. ജനറൽ എ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ആക്യുറസി ലെവലിൽ തന്നെ ഒരു ജനറൽ സ്റ്റേറ്റിൽ നിൽക്കും. ഇനി സ്ട്രോങ് എ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്കുകൾ മനുഷ്യരെക്കാളും ഒത്തിരി ബെറ്റർ ആയിട്ട് മനുഷ്യരെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിനാണ് സ്ട്രോങ് എ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഗോൾസ് ഓഫ് എ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോൾ എന്താണ്? ടു ക്രിയേറ്റ് എക്സ്പേർട്ട് സിസ്റ്റം. അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഗോൾ. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് എന്തൊക്കെ പറ്റും? ഇൻ്റലിജൻറ്റ് ബിഹേവിയർ ഉണ്ടാവും, അത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും, ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ യൂസേഴ്സിനെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. സോ ഇനി നെക്സ്റ്റ്, ടു ഇംപ്ലിമെൻറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ മെഷീൻസ്. അപ്പം എയുടെ രണ്ടാമത്തെ ഗോളാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ്റെ അകത്തേക്ക് ഹ്യൂമൻ ഇൻ്റലിജൻസ്, മനുഷ്യരെ പോലെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്ത ഗോൾ. ഇപ്പോൾ ക്രിയേറ്റിംഗ് സിസ്റ്റം ദാറ്റ് അണ്ടർസ്റ്റാൻഡ്, തിങ്ക്, ലേൺ ആൻഡ് ബിഹേവ് ലൈക്ക് ഹ്യൂമൻസ്. അപ്പം ഓരോ സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റണം, തിങ്ക് ചെയ്യാൻ പറ്റണം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം, അതുപോലെ തന്നെ മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യാനും പറ്റണം. അതാണ് റോബോട്ട്സ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും എയുടെ ഗോളാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. എന്താണ് ജനറൽ പർപ്പസ് എ ഐ, എന്താണ് സ്പെഷ്യൽ പർപ്പസ് എ ഐ? ജനറൽ പർപ്പസ് എ ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ജനറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എ ഐ ആയിരിക്കും ജനറൽ പർപ്പസ് എ ഐ. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് എ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ടാസ്ക് ഉണ്ടാവും, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും, അതിലത് എക്സ്പേർട്ട് ആയിരിക്കും. ആ ഒരു സ്പെഷ്യൽ ടാസ്ക് മാത്രമേ അതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് സ്പെഷ്യൽ പർപ്പസ് എ ഐ. നമുക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. General purpose AI, like the robots of science fictions, is incredibly hard human brain. സയൻസ് ഫിക്ഷൻ്റെ അകത്തേക്കുള്ള റോബോട്ട്സിനെ പോലെ തന്നെ വളരെ ഇൻക്രെഡിബിളി ഹാർഡ് ഹ്യൂമൻ ബ്രെയിൻ ആയിരിക്കും ഈ ജനറൽ പർപ്പസ് എയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെന്താ പ്രത്യേകത? അപ്പിയേഴ്സ് ടു ഹാവ് ലോട്ട്സ് ഓഫ് സ്പെഷ്യൽ ആൻഡ് ജനറൽ ഫംഗ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളതും ജനറൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഇൻ സം അമേസിംഗ് വേ ദാറ്റ് വി റിയലി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് അറ്റ് ഓൾ ഇറ്റ്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ സാധാരണ ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അമേസിംഗ് വേയിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതുപോലെ തന്നെ ജനറൽ പർപ്പസ് എയ്ക്കകത്തും അതിനും സ്പെഷ്യലും ജനറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ജനറൽ പർപ്പസ് എ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സയൻസ് ഫിക്ഷൻ്റെ അകത്തൊക്കെയുള്ള റോബോട്ട്സിനെ പോലെയാണെന്നാണ് പറയുന്നത്. ഇനി സ്പെഷ്യൽ പർപ്പസ് എയുടെ കാര്യത്തിൽ മോർ ഡൂവബിൾ, നോൺ ട്രിവിയൽ. അതായത് മോർ ഡൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം അല്ല, പക്ഷെ അത് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ചെസ് ഓർ പോക്കർ പ്ലേയിങ് പ്രോഗ്രാംസ്. അതായത് ഒരു ചെസ് അല്ലെങ്കിൽ പോക്കർ പ്ലേയിങ് പ്രോഗ്രാംസ് പറയുമ്പോൾ അങ്ങനെയുള്ള ഉണ്ട്, നമ്മൾ മനുഷ്യരുമായിട്ട് ഗെയിം കളിക്കാൻ പറ്റും, അതിൽ അവർ എക്സ്പേർട്ട് ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഗെയിമിൽ അതിന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഏറ്റവും ബെസ്റ്റായിട്ട് അത് പെർഫോം ചെയ്യും. മനുഷ്യരെ ഏതൊക്കെ പോസിബിലിറ്റിയിൽ ഒരു ചെസ് ഗെയിമിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിൻ ചെയ്യാം, അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും മനസ്സിലാക്കിയിട്ട് ഹ്യൂമൻസുമായിട്ട് കമ്പീറ്റ് ചെയ്ത് അതിന് ജയിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എ ആണ് ചെസ് ഓർ പോക്കർ പ്ലേയിങ് പ്രോഗ്രാംസ്. അതുപോലെ ലോജിസ്റ്റിക് പ്ലാനിങ്, ഒരു ലോജിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എസ് ഉണ്ട്.
അതുപോലെ ഓട്ടോമേറ്റഡ് ട്രാൻസ്ലേഷൻ. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ പോലെ തന്നെ എല്ലാ ലാംഗ്വേജസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് AIs ആണ്. അപ്പോൾ അതിനൊരു സ്പെസിഫിക് ടാസ്ക് ഉണ്ട്. അപ്പോൾ അത് അതിന് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ വോയിസ് റിക്കഗ്നിഷൻ. ഇപ്പോൾ അലക്സ, സിറി പോലെ നമ്മളൊരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന വോയിസ് റിക്കഗ്നിഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന AI ഉണ്ട്. വെബ് സെർച്ച്, ഇപ്പം സെർച്ച് എഞ്ചിൻസ് ലൈക്ക് ഗൂഗിൾ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് ഇൻഫർമേഷനെ റാങ്ക് ചെയ്ത് നമുക്കത് തരുന്നുണ്ട് ആ ഇൻഫർമേഷൻ. അപ്പം അത് ഗൂഗിൾ സെർച്ച് പോലുള്ള എഞ്ചിൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് AIകൾ കാണും. ഡാറ്റ മൈനിങ്, ദെൻ മെഡിക്കൽ ഡയഗ്നോസിസ്. ഒരു അസുഖം പറഞ്ഞാൽ അത് അതിൻ്റെ സിംറ്റംസ് എല്ലാം നോക്കി അത് എന്ത് അസുഖമാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നു, അതിനുള്ള സൊല്യൂഷൻസ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന AIകളുണ്ട്. കീപ്പിംഗ് എ കാർ ഓൺ ദ റോഡ്, അതായത് ടെസ്ലയൊക്കെ പോലെ തന്നെ ഒറ്റയായിട്ട് ഒരു ആക്സിഡൻറ്റും കൂടാതെ റോഡിൽ കൂടെ കാർ ഓടിക്കാൻ പറ്റുന്ന ഡ്രൈവർലെസ് കാറുകൾക്ക് പറ്റിയ AIകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് സ്പെഷ്യൽ പർപ്പസ് AIക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യലും ജനറലുമായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ എല്ലാം വളരെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒരു അമേസിംഗ് വേയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ബ്രെയിനെ പോലെ വർക്ക് ചെയ്യുന്ന റോബോട്ടുകളൊക്കെ എക്സാമ്പിളായിട്ട് ജനറൽ പർപ്പസ് AI. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചെസ്സ്, പോക്കർ ഗെയിം കളിക്കുന്നത്, അതുപോലെ ലോജിസ്റ്റിക് പ്ലാനിങ്, ഓട്ടോമേറ്റഡ് ട്രാൻസ്ലേഷൻ, വോയിസ് റിക്കഗ്നിഷൻ, വെബ് സെർച്ച്, അതുപോലെ മെഡിക്കൽ ഡയഗ്നോസിസ്, ദെൻ ഡ്രൈവർലെസ് കാർ, അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസ് കൊടുത്തിട്ടുള്ള AIകളും ഉണ്ട്. അപ്പോൾ അതാണ് ജനറൽ പർപ്പസ് AI, ദെൻ സ്പെഷ്യൽ പർപ്പസ് AI എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇമ്പോർട്ടൻ്റ് അല്ല, ഹിസ്റ്ററിയൊക്കെ ആര് ചോദിക്കാനാണ്, പക്ഷേ ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററി ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഡിസ്കസ് ദ ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.